ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റിയുടെ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ട്. അപ്പോൾ പ്രോബബിലിറ്റി നിങ്ങളുടെ CHSL CGL മെയിൻസിന് ഉള്ളൊരു ടോപ്പിക്കാണ്. CGL മെയിൻസ് അടുത്ത ആഴ്ച നമുക്ക് എക്സാം ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ പറയാം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രോബബിലിറ്റിയാണ് നിങ്ങളുടെ സിലബസിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അത്ര വലിയ ലെവലുള്ളതൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് നിങ്ങൾ കാട് കയറി പ്രോബബിലിറ്റി പഠിക്കാൻ നിൽക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പാർട്ടിൽ, പ്രോബബിലിറ്റിയുടെ അവസാനത്തെ പാർട്ടിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള പ്രോബബിലിറ്റിക്ക് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യം വെച്ച് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് അത് കാണുക. അപ്പോൾ ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഒരു സിംഗിൾ പാർട്ടിൽ എല്ലാം കൂടെ തരുന്നതിന് പകരം ഇങ്ങനെ തരുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് പഠിച്ച് സെറ്റാക്കാൻ പറ്റും. മലയാളത്തിലൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷനും ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ മാക്സിമം പേർക്ക്, നിങ്ങൾ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചു. പ്രോബബിലിറ്റി എന്താണെന്ന്, എക്സ്പെരിമെന്റ് പഠിച്ചു, ഇവന്റ് പഠിച്ചു, എങ്ങനെ എന്താണ് സിമ്പിൾ ഇവന്റ്, 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒരു ഇവന്റ് മാത്രം എടുക്കുന്നത്. പിന്നെ അഡിഷൻ റൂൾ, ഓർ വരുന്നത് അഡിഷൻ റൂളാണ്. അതിനകത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവും ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് ഇന്ന് നോക്കാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പറഞ്ഞു. 2 അതിലധികമോ ഒരു സമയത്ത് എക്സ്പെരിമെന്റ് നടത്തുവാണെങ്കിൽ, ഇപ്പം 2 അല്ലെങ്കിൽ 3 കോയിൻസ് ഒരേ സമയം എറിയുവാണ്. 3 കോയിൻസ് ഒരേ സമയം എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇതുണ്ട്, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇവന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ, അതായത് നമുക്ക് ചോയ്സിൽ ചോയ്സ് എടുക്കണം. അതായത് ഇപ്പം നമുക്ക് 2 ലെറ്റേഴ്സ് ഫ്രം ആൽഫബറ്റ്, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വവലും സെക്കൻഡ് കൺസണൻറ്റും. അപ്പോൾ ഈ 2 ലെറ്റർ ആൽഫബറ്റിൽ നിന്ന് 2 ലെറ്റർ എടുക്കുന്ന തന്നെ 26 നിന്ന് 2 സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷനൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ കാർഡിൻ്റെ കാര്യം പറഞ്ഞു. ബാക്ക് ഓഫ് കാർഡിൽ എത്ര 26 റെഡും 26 ബ്ലാക്കും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡയമണ്ടിനകത്ത് തന്നെ നമുക്ക് AJQK 4 ഓണർ കാർഡുണ്ട്. അതുപോലെ 1 മുതൽ 9 വരെ. യെസ്, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ 13 കാർഡുകളാണ് ഓരോന്നിലും ഉള്ളത്. അടുത്തത് നമ്മൾ ടൈപ്പ് 1, അതിനകത്ത് ഒരു കാർഡ് എടുത്താൽ അത് റെഡ് കാർഡ് ആവുന്ന ഒറ്റ ഇതാണ് ടൈപ്പ് 1 ഫസ്റ്റ് ടൈപ്പാണ്. അതായത് ഒരു തവണ ഒരു കാർഡ് മാത്രം എടുക്കുന്നു. ഒരു റെഡ് കാർഡ് എടുത്താൽ അത് റെഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? 26 എണ്ണം ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ കണ്ടു. 2 കോയിൻസ് ഒരു സമയം 2 കോയിൻ എന്ത് ചെയ്യുന്നു, ടോസ് ചെയ്യുന്നു. അന്നേരം കിട്ടുന്ന ഔട്ട്കംസ് കണ്ടു. ഇനി 3 കോയിൻസിൻ്റെ നമ്മൾ കണ്ടു. 3 കോയിൻസാണ് എറിയുന്നുണ്ടെങ്കിൽ ഓരോ എന്തൊക്കെ കോമ്പിനേഷൻ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2n ആയിരിക്കും നമ്മുടെ ഒരു ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇനിയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. 3 കോയിൻ എറിയുവാണെങ്കിൽ, ഒരേ സമയം എറിയുവാണെങ്കിൽ 2^3 8 കേസാണ് വരുന്നത്. അത് നമ്മൾ കണ്ടു. ഫസ്റ്റിനകത്ത് ഹെഡ് വന്നാൽ പിന്നെ രണ്ടാമത്തിനകത്ത് ഹെഡ് വരാം, അടുത്ത മൂന്നാമത്തിനകത്ത് ഹെഡ് വരാം. ഫസ്റ്റിനകത്ത് ഹെഡ് വന്നാൽ രണ്ടാമത്തിനകത്ത് ടെയിൽ വന്നാൽ മൂന്നാമത്തിനകത്ത് എന്ത് വരാം, ഹെഡ് വരാം. അല്ല, ഫസ്റ്റിനകത്ത് ഹെഡ് വന്നു, രണ്ടാമത്തെ ടെയിൽ വന്നു, മൂന്നാമത്തിനകത്ത് ടെയിൽ വരാം. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് വരും, 8 കേസ്. അപ്പോൾ ആ 8 കേസ് എങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന് കാണിച്ചു തന്നു. അതിനകത്തുള്ള ഒരു ഹെഡ് വരാനുള്ളത്, 2 ഹെഡ് വരാനുള്ളത്, 3 ഹെഡ്, 4 ഹെഡ്, അങ്ങനെ അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ഇനി ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലും എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക, എന്താണ് ഈ സംഭവങ്ങളെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ അങ്ങനെ മുമ്പാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വരെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. യെസ്, ഇനി നമുക്ക് ഡൈസ്, നാലാമത്തെ സാധനമാണ് ഡൈസ് എന്ന് പറയുന്നത്. ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ പാമ്പും കോണിയൊക്കെ അതിനകത്ത് 6 വരെ എഴുതിയിട്ടുള്ള ചതുരക്കട്ടാന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഡൈസ് ഒരു ഡൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, ത്രോ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഡൈസ് ആണെങ്കിൽ നമുക്ക് 6n ഡൈസ് ഉണ്ടെങ്കിൽ 6n കേസസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ഇതായിരിക്കും നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി തരാം. അപ്പോൾ ഒരു ഡൈസ് ആണ് ഇവിടെ എറിയുന്നത്. ഒരു ഡൈസ് ആണെങ്കിൽ നമുക്ക് 6^1 ഇത്രയും ഔട്ട്കംസ് ആയിരിക്കും ഉള്ളത്. ഒന്നുകിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 6. ഇത്ര ഔട്ട്കംസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ സാമ്പിൾ സ്പേസ്, അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിലെ ഇവൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 6 ആയിരിക്കും. നമുക്ക് ഒന്നാമത്തെ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അത്രമാത്രം നിങ്ങൾ ഇതിനെ പ്രോബബിലിറ്റിയെ ഭയങ്കര പാടായിട്ടൊന്നും കാണണ്ട. വരുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. നമ്മുടെ എക്സാമിന് വേണ്ടി മാത്രമുള്ള രീതിയിൽ ലെവലിൽ തന്നെ പ്രോബബിലിറ്റി പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട്
വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ. ഓക്കെ, ഈവൻ നമ്പർ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ, ഓഡ് നമ്പറിന്റെ പ്രോബബിലിറ്റി. മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പറിന്റെ പ്രോബബിലിറ്റി. നാലാമത്തത് പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ, മൂന്നിന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ. ഇപ്പോൾ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെയുള്ളത് ഈവൻ നമ്പറായിട്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഇങ്ങനെ എത്ര ഉണ്ട്? 3 ഉണ്ട്. എത്രയില്? 6. പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ എത്രയാണ്? 1, 3, 5. 3 ഉണ്ട്, 6. പ്രൈം നമ്പർ 2, 3, 5 പ്രൈം ആണ്. 3 ഉണ്ട്, എത്രയില്? 6. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇനി മൾട്ടിപ്പിൾ ഓഫ് 3 എത്ര ഉള്ളത്? 3ഉം 6. എത്ര? 2 എണ്ണം. എത്രയില്? 6. ഓക്കെ, അത് കഴിഞ്ഞു. സിമ്പിളായിട്ട് ഇനി അഞ്ചാമത്തെ പ്രോബബിലിറ്റി ഓഫ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇതറിഞ്ഞാലേ നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ആറാമത്തെ പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ ത്രീ. നമ്പർ മോർ ദാൻ 3. ഏഴാമത്തെ ഇത് ഒരു ഡൈസ് എറിയുന്നുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ 7, നമ്പർ ലെസ് ദാൻ 7. അടുത്ത എട്ടാമത്തെ പ്രോബബിലിറ്റി ഓഫ് നമ്പർ മോർ ദാൻ 6. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് കോമ്പോസിറ്റ് നമ്പർ എത്ര ഉണ്ട്? കോമ്പോസിറ്റ് നമ്പർ നമുക്ക് 2 പ്രൈം ആണ്, 4 ഉണ്ട്, 6 ഉണ്ട്. 2 എണ്ണേ ഉള്ളൂ. 2/6. അടുത്ത പ്രോബബിലിറ്റി മോർ ദാൻ 3 കൂടുതലുള്ള എത്ര ഉണ്ട്? 4, 5, 6. 3 ഉണ്ട്. എത്രല്ലേ? 6. പ്രോബബിലിറ്റി ലെസ് ദാൻ 7, എല്ലാം ലെസ് ദാൻ 7 അല്ലേ? അപ്പോൾ അത് എന്താണ്? ഒരു കംപ്ലീറ്റ് ഇവന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സെർട്ടൺ ഇവന്റ് ആണ്. സെർട്ടൺ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താണ്? 1 ആണ്. അതായത് 6/6 1 ആണ്. പ്രോബബിലിറ്റി മോർ ദാൻ 6 ഇമ്പോസിബിൾ ഇവന്റ് ആണ്. ഇനി നമ്മൾ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. 0/6 0 ആണ്. ഇനി നമ്മൾ ഷുവർ ഇവന്റ് എന്ന് പറയും. ഓക്കെ, ഷുവർ ഇവന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക, കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചു പോവുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ 2 ഡൈസ് വരുന്ന സമയത്ത് കുറച്ച് പേർക്ക് പ്രശ്നം വരും. 2 ഡൈസ് വരുമ്പോൾ ആദ്യത്തിനകത്ത് 1 വരാം, രണ്ടാമത്തിനകത്ത് 1 വരാം, ആദ്യത്തിനകത്ത് 1 വരാം, രണ്ടാമത്തിന് 2 വരാം, ആദ്യത്തിനകത്ത് 1 വരാം, രണ്ടാമത്തിന് 3 വരാം. അങ്ങനെ കുറേ കേസ് വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 2 ഡൈസിൻ്റെ കേസാണ്. അഞ്ചാമത്തത് 2 ഡൈസ്. 2 ഡൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ത്രോ ചെയ്യുന്നുണ്ട്. ഒരു ഡൈ അല്ല, 2 ഡൈസ് ത്രോ ചെയ്യുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കേസ് വരും ഇവിടെ? കേസസ് നമ്മൾ പറഞ്ഞു 6n കേസാണ് വരുന്നത്. കേസസ് എത്ര വരും? 6ന്റെ സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ എത്ര ഡൈസ് ഉണ്ട്? അപ്പോൾ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. അതിന് 6 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 36 കേസ് ഉണ്ടാവും. എങ്ങനെയൊക്കെ? 1 1 1 2 1 3 അങ്ങനെ 6 എണ്ണം, പിന്നെ 2 1 അങ്ങനെ 6 എണ്ണം, അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇത് ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇത്രയും ചുമ്മാ നിരത്തി പിടിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഇത് പഠിച്ചു നോക്കുക. ഇത് എഴുതുന്നതിന് വരെ ഇമ്പോർട്ടൻ്റ് ഒരു ഡയഗ്രാം ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 2 ഡൈസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ ആ സ്പെഷ്യൽ കേസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡയഗ്രാം. ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 1 2 3 4 5 6 6 1 2 3 4 5 ആറാമത്തെ ഇവിടെ വരും. അതുപോലെ താഴോട്ട് 1 2 3 4 5. ഓക്കെ, ഇവിടെ 5 എണ്ണം, ഇവിടെ 5 എണ്ണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ എഴുതാം. നമ്പർ എഴുതുന്ന സമയത്ത് ഇവിടെ 1 2 3 4 5, ഇവിടെ 6 പോയി. ഇത് ഇവിടെ അതുപോലെ 1 2 3 4 5 ഇത്ര എഴുതുക. ഇവിടെ നമ്മൾ കേസാണ്, നമ്മൾ ഇവിടെ എഴുതുന്നത് കേസസ് ആണ്. ഇത്ര കേസസ് ഉണ്ട്, കേസാണ്. ഇവിടെ നമ്മൾ എഴുതുന്നത് സം ആണ്. കേസസ് ആണ്. ഇവിടെ സം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിലെ 1 1 ആണ് വരുന്നതെങ്കിൽ സം എത്രയാണ്? 2 ആണ്. ഇവിടെ 1 2 ആണെങ്കിൽ സം 3 ആണ്. ഇവിടെ നമ്മൾ സം ആണ് എഴുതുന്നത്. സം തുടങ്ങുന്നത് വ്യത്യാസമൊന്നുമില്ല. സം തുടങ്ങുന്നത് എന്തായിരിക്കും? 2-ലായിരിക്കും. 2 3 4 5 6 7 8 9 10 11 12. സമ്മ് മാക്സിമം എത്രയല്ലേ വരത്തുള്ളൂ? ഫസ്റ്റിലും 6 വന്നു, സെക്കൻഡിലും 6 വന്നു. അങ്ങനെ 6 എന്ന് പറഞ്ഞ കേസിലായിരിക്കും സമ്മ് മാക്സിമം 12 വരുന്നത്. അപ്പോൾ 1 മുതൽ 1 എന്ന് പറഞ്ഞ സമ്മ് വരത്തില്ല. കാര്യം 1 മിനിമം സമ്മ് 2 ആയിരിക്കും. അങ്ങനെ 12 വരെ ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ 2 മുതൽ എത്ര വരെ? 12 വരെ. കേസസ് എന്താണ്? 1 2 3 4. അതായത് സമ്മ് 4 വരുന്ന എത്ര കേസുണ്ട്? 3 കേസുണ്ട്. സമ്മ് 6 വരുന്ന എത്ര കേസുണ്ട്? 7 കേസുണ്ട്. സം 7 വരുന്ന എത്ര കേസുണ്ട്? 6 കേസുണ്ട്. സം 9 വരുന്ന എത്ര കേസുണ്ട്? 4 കേസുണ്ട്. ഇതിൽ നിന്നും ഈ ഒരു ചാർട്ടിൽ നിന്നും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം വരയ്ക്കാനൊന്നുമില്ല, ഇങ്ങനെ വരയ്ക്കുക. 1 2 3 4 5 ഇവിടെ വരയ്ക്കുക. 1 2 3 4 5 ഇവിടെ കൊടുക്കുക. ആറാമത്തെ ഇവിടെ കൊടുക്കുക. ഇവിടെ 1 2 3 4 5 6 1 2 3 4 5 ഇവിടെ നമ്മൾ എന്തുവാ? സമ്മ് കൊടുക്കുക. സം എന്ന് പറഞ്ഞാൽ 2 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2 ഡൈസ് ആണ്.
2 ഡൈസ് ആണ്. കേസസ് എത്രയാണ്? സാമ്പിൾ സ്പേസിലെ കേസ് 36 6 സ്ക്വയർ ആണ്, 6ന്റെ സ്ക്വയർ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സം 5 വരാനുള്ള, 2ലൂടെ സം 5 വരാനുള്ള പ്രോബിലിറ്റി. രണ്ടാമത് പ്രോബിലിറ്റി ഓഫ് സം 6 വരാനുള്ള പ്രോബിലിറ്റി. മൂന്നാമത്തത് പ്രോബിലിറ്റി ഓഫ് സം 3 അറ്റ് ബോത്ത് ഡൈസിൽ സം 3 വരാനുള്ളത്. നാലാമത്തത് പ്രോബിലിറ്റി ഓഫ് സെയിം നമ്പർ ഓൺ ബോത്ത് സൈഡ്, സെയിം നമ്പർ ഓൺ ബോത്ത് ഡൈസ്. ഓക്കെ, ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സം 5 വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ചാർട്ടുണ്ട്. നമ്മുടെ ചാർട്ടിനകത്ത് സം 5 വരുന്ന എത്ര കേസുണ്ട്? 4 കേസാണുള്ളത്. അപ്പോൾ 4 കേസ് ടോട്ടൽ എത്രയല്ലേ? 36. സം 6 വരുന്ന എത്ര കേസുണ്ട്? സം 6 വരുന്ന 5 കേസുണ്ട്. 5 കേസുണ്ട് എത്രയല്ലേ? 36. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 5 കേസുണ്ട്. സം 6 വരുന്നത് ഇതാണ് സം, ഇതാണ് നമ്പർ ഓഫ് കേസസ്. പിന്നെ സം 6 വരുന്ന എത്ര കേസുണ്ട്? 5 കേസുണ്ട്. ഇനി സം 3 വരുന്ന എത്ര കേസുണ്ട്? സം 3 വരുന്നത് 2 കേസാണുള്ളത്. ഓക്കെ, അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. ബോത്ത് ഡൈസിലെയും സം 3 ആണ്. എത്ര കേസുള്ളത്? 2 കേസുള്ളത്, 36. സെയിം നമ്പർ ഓൺ ബോത്ത് സൈഡ്. ഇത് കോമൺ സെൻസ് ആണ്. സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, എഴുതേണ്ട ആവശ്യമില്ല. 5 വരാം, അതുപോലെ 6 വരാം. അങ്ങനെ എത്ര കേസാണ് ഉള്ളത്? 6 കേസാണ് ഉള്ളത്. അപ്പോൾ 6 കേസ് കൊണ്ട് എത്രയല്ലേ? ടോട്ടൽ 36. 6 കേസ് എന്താണ്? ഈ ഒരു സമ്മ് സെയിം നമ്പർ വരുന്നതാണ്. സെയിം നമ്പർ. അടുത്ത പ്രോബിലിറ്റി ഓഫ് സം ആസ് പ്രൈം നമ്പർ. അടുത്ത ലെവലിലോട്ട് പോവാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ഓഫ് സം മോർ ദാൻ 6. സം മോർ ദാൻ 6, 6ൽ കൂടുതൽ സം വരുന്നു. അടുത്ത പ്രോബിലിറ്റി ഓഫ് സം 8 or 10. സം എത്രയാണ്? 8 അല്ലെങ്കിൽ 8 or 10. 8ാമത്തത് പ്രോബിലിറ്റി ഓഫ് സം ആസ് ഓഡ് നമ്പർ. ഓക്കെ, അടുത്തത് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ്. ഇതൊക്കെ ചാൻസ് ഉള്ളതാണ്. നോട്ട് ഗെറ്റിംഗ് സം 7 or 11. ഇതൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ 2 ഡൈസിന്റെ കേസും കഴിയും. അപ്പോൾ 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. നമുക്കിനി 5ാമത്തെ നോക്കാം. 5ാമത്തെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് എന്തായാലും ചെയ്യാം മെയിൻസിന് പോകുന്നവർ. അല്ലാത്തൊരു സം ആസ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ഈ കേസ് നോക്കേ. സം ആസ് പ്രൈം നമ്പർ സം വരുന്നത് 2 ഉണ്ട്. അതിലൊരു കേസ്. 3 വരുന്ന 2 കേസ്. 1 2 3. പിന്നെ ഏതാ പ്രൈം നമ്പർ ഉള്ളത്? 5 പ്രൈമാണ്. 4. അപ്പോൾ 1 2 3 4 7. ഇത് 7ആയി. പിന്നെ 7 അടുത്ത സം 7 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പറാണ്. 7 പ്രൈം നമ്പർ. 7 6 13ആയി. പിന്നെ 8 9 10 11 പ്രൈം നമ്പറാണ്. അതിന് എത്ര? 2 കേസുണ്ട്. അപ്പോൾ എത്ര ആയി? ഇപ്പം 1 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 2, 1 2 3, 5ന് 4, 9 3 4 7, 7 6, 7 6 13, 11ന് 2 കേസുണ്ട്. അങ്ങനെ 13 2 15 കേസാണ് എന്ത് വരുന്നത്? സം പ്രൈം നമ്പർ. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ സം ആസ് പ്രൈം നമ്പർ വരുന്ന എത്ര ഉണ്ട്? 15 കേസുണ്ട്. ടോട്ടൽ എത്രയില്ലേ? 36. എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ നോക്ക്. സം മോർ ദാൻ 6 വരുന്ന കേസ് എത്ര ഉണ്ട്? മോർ ദാൻ 6 പറഞ്ഞാൽ ഇവിടെ തൊട്ട് എത്ര കേസുണ്ട്? 6. ഇതെല്ലാം കൂട്ടുക. 7 8 9 10 11 12 ഇതെല്ലാം സമ്മ് മോർ ദാൻ 6 ആണ്. അപ്പോൾ 6 11 15 18 20 കേസാണ്. 20 1 21. ഇതുകൊണ്ട് 21 കേസാണ് നമുക്കുള്ളത്. എത്ര? സമ്മ് മോർ ദാൻ 6 വരുന്നത് 36. സം 8 or 10. സം 8 വരുന്നത് എത്രയാണ്? 8 or ആണ്. ഓർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്. ഓക്കെ, അഡീഷൻ ആണ്. അപ്പോൾ 8 വരുന്നത് 5 എണ്ണം ഉണ്ട്. 10 വരുന്നത് 3 എണ്ണം ഉണ്ട്. അങ്ങനെ 5 3 8. അതുകൊണ്ടാണ് ഓർ വരുമ്പോൾ നമുക്ക് എന്ത് ആഡ് ചെയ്താൽ മതി. 5 3 8 കേസുണ്ട്. എത്രല്ലേ? സം 8 or 10. 8 കേസുണ്ട്. ടോട്ടൽ എത്രല്ലേ? 36. മനസ്സിലാവുന്നുണ്ടോ? സം ആസ് ഓഡ് നമ്പർ സം വരുന്ന എത്ര കേസുണ്ട്? ഓഡ് നമ്പർ സം വരുന്നത് 3. ഓരോന്നായി കൂട്ടാം. 3ന് കറസ്പോണ്ടിങ് 2, 5ന് 4 ആണ്. 4 6, 7 6 ആണ്. 6 12, 9 4 ആണ്. 12 4 16, 11 2 ആണ്. 16 2 18. സമ്മ് ഓഡ് നമ്പർ വരുന്ന എത്ര ഉണ്ട്? 18 കേസുണ്ട്. 18/36. ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സം നോട്ട് ഗെറ്റിംഗ് സം 7 or 9. പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് സം 7 or 9. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണ്. അപ്പോൾ 1ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെങ്കിൽ നോട്ട് ഗെറ്റിംഗ് സം 7 or 9ഉം ഗെറ്റിംഗ് സം 7 or 9നോട് കൂടുന്ന പ്രോബിലിറ്റി, 2 പ്രോബിലിറ്റിയോട് കൂടുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. അതായത് കുറച്ചെണ്ണത്തിന് സമ്മ് 7 or 9 കിട്ടുന്നില്ല, കുറച്ചെണ്ണത്തിന് സമ്മ് 7 or 9 കിട്ടുന്നുണ്ട്.
ആ രണ്ടോട് കൂടുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രോബിലിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം, നോട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രോബിലിറ്റി ഓഫ് സം 7 or 9 കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ സം 8 or 10 പോലെ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് സം 7 or 9 കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നോട്ട് ഗെറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 7 or 11 ആയിരിക്കും. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 7 or 11 ആയിരിക്കും. അപ്പോൾ എന്ത് കൊടുക്കാം, 1 മൈനസ് 7 or 11 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്നാണ്, 7 കിട്ടാനുള്ള പ്രോബിലിറ്റി 6 ആണ്, 11 കിട്ടാനുള്ള പ്രോബിലിറ്റി 2 ആണ്. അപ്പോൾ 6 ഉം 2 ഓർ ആയതുകൊണ്ട് 6 ഉം 2 8, 8/36 നമുക്ക് എന്ത് കിട്ടും, 36 മൈനസ് 8 28/36 ഇതായിരിക്കും നമ്മുടെ അവിടുത്തെ പ്രോബിലിറ്റി. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷനകത്ത് എങ്ങനെ വരുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഒരു 2 or 3 ഡൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അഡീഷൻ റൂൾ നോക്കാം. അപ്പോൾ നമ്മൾ അത് സിമ്പിളായിട്ടുള്ള ടൈപ്പ് 1 കഴിഞ്ഞു. അടുത്ത നമ്മുടെ അഡീഷൻ റൂളാണ്. യെസ്, അഡീഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഓർ വരുന്നത്. ഓക്കെ, ഓർ വരുന്നത് അഡീഷൻ റൂൾ. ഏതെങ്കിലും ഒരു ഇവന്റ്, ടേക്കിംഗ് 1 ഇവന്റ്, ടേക്കിംഗ് 1 ഇവന്റ്, ഒരു ഇവന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടേക്കിംഗ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അഡീഷൻ റൂൾ അപ്ലൈ ചെയ്യാനുള്ള സാധനം വരുന്നത്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി, ഇതൊക്കെ നമ്മൾ എവിടെയാണ് അഡീഷൻ റൂളിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളാണ്. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് ബി എന്ന് കണ്ടാലും അഡീഷൻ റൂളാണ്. പ്രോബിലിറ്റി ഓഫ് എയ്തർ എ, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, അതുകൊണ്ടാണ് പറഞ്ഞ് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു, ടേക്കിംഗ് ഓർ സെലക്ട് ചെയ്യുന്നു. പി, പ്രോബിലിറ്റി ഓഫ് എയ്തർ എ ഓർ ബി, പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 of them, ഒരെണ്ണം എടുക്കുന്നുള്ളൂ, അറ്റ്ലീസ്റ്റ് 1 of them, ഒരെണ്ണം മാത്രം എടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് എനി ഓഫ് ദം, ഇവിടെയൊക്കെ എന്താണ്, നമ്മൾ ഒരെണ്ണത്തെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഈ അഡിഷൻ റൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അഡീഷൻ റൂളിനകത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവും വളരെ എളുപ്പമാണ്, ഒന്നുമില്ല, പേര് കേൾക്കുന്ന പോലെ അത്ര വല്ല പാടൊന്നുമില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റും ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റും ഉണ്ട്, അതുപോലെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റും ഉണ്ട്. നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻ്റ് ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, അതുപോലെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സാമ്പിൾ, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്, എ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ്, ബി എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്. ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യം നിൽക്കുവാണ്, ഇത് കോമൺ ആണ്. ഇനിയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി, ഇങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്, കോമൺ ആയിട്ട്, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു പോർഷൻ. അപ്പം അങ്ങനെ എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അതാണ് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നോ കോമൺ പാർട്ട്, കോമൺ പാർട്സ് ഇൻ 2 events. അപ്പം അതിൻ്റെ ഫിഗർ എങ്ങനെ വരും, മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ ഫിഗർ എങ്ങനെ വരും, രണ്ടും സെപ്പറേറ്റ്, എ ഇതാണെങ്കിൽ ബി ഇതാണ്, ഇതിനെന്തില്ല, കോമൺ ഒന്നുമില്ല. ഇതിനാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കും, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറയാം, എന്തുകൊണ്ടാണ് ഇത് എടുക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ തമ്മിൽ കോമൺ ആയിട്ടൊന്നുമില്ല. എന്നാൽ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ തമ്മിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ nothing is common, between the 2 events. മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മൾ എക്സാമ്പിൾ പറയാം. while throwing a dice, probability of 1 or prime number. നമ്മൾ ഒരു സാധനം എടുക്കുന്നുള്ളൂ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ പ്രൈം നമ്പർ. ഇപ്പോൾ ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് 1 അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ വരാനുള്ള ചാൻസ് ഉണ്ടോ? 1 വരാനുള്ളത് എന്താണ്, 1, 2, 3, 4, 5, 6 ഇത്രയാണ് വരുന്നത്. ഇതിനകത്ത് 1 വരാനുള്ള ചാൻസ് ഇതാണ്, 1/6 ആണ്.
അതിനകത്ത് പ്രൈം നമ്പർ വരും. ഇല്ല, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2, 3, 5 ആണ്. അത് വേറെയാണ്. ഇത് തമ്മിലൊരു ബന്ധവുമില്ല. അതായത് 1 കിട്ടുന്നതും പ്രൈം നമ്പർ കിട്ടുന്നതും തമ്മിൽ എന്തില്ല, ഒരു ബന്ധമില്ല. അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതായത് കോമൺ ആയിട്ടൊന്നും കാണത്തില്ല. 2 വേണ്ടുന്ന സാധനങ്ങളിൽ കോമൺ ആയിട്ടൊന്നും കാണത്തില്ല. ഇനി നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവിനകത്ത് എക്സാമ്പിൾ എന്ത് പറയും? നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവിനകത്തുള്ള എക്സാമ്പിൾ നമുക്ക് എന്ത് പറയും? ഡൈസ് എടുക്കുന്ന സമയത്ത് വൈൽ ത്രോയിങ് എ ഡൈസിന്റെ കേസിൽ ഈവൻ നമ്പർ ഓർ പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പം അതെന്ത് വരും? വരാം. ഈവൻ നമ്പർ ഓർ പ്രൈം നമ്പർ വരാനുള്ള ചാൻസ്. അവിടെ എന്ത് വരും? അവിടെ കോമൺ ആയിട്ട് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. കോമൺ ആയിട്ട് എന്തുണ്ട്? ഈവൻ നമ്പറിനകത്ത് 2 എന്ന് പറയുന്ന സാധനം ഈവൻ നമ്പറുമാണ്, ഈവനുമാണ്, പ്രൈമുമാണ്. അപ്പോൾ അവിടെ എന്ത് വന്നു? കോമൺ ആയിട്ടൊരു ചാൻസ് വന്നു. കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് വന്നു. കോമൺ ആയിട്ട് എലമെന്റ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രോബബിലിറ്റി എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ കിട്ടാനുള്ള ചാൻസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടാനുള്ള ചാൻസ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതായത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ ഈ പി ഓഫ് എയും പി ഓഫ് ബിയും കൂട്ടുന്ന സമയത്ത് ഓൾറെഡി പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി കൂട്ടുന്ന സമയത്ത് ഒരു വട്ടം ഇത് കൂടുന്നു, രണ്ടാമത്തെ വട്ടം ഇത് കൂടുന്നു. അപ്പോൾ ഇത് 2 വട്ടം എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ആ ഒരെണ്ണം എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്ന് കുറയ്ക്കണം. നമ്മൾ പെർസെൻറ്റേജ് പഠിച്ച വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എഗലവേ ബാച്ചിൽ പെർസെൻറ്റേജിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വെൻ ഡയഗ്രം പഠിപ്പിച്ചു. ആ വെൻ ഡയഗ്രം പഠിച്ച ഒരാൾക്ക് ഇതെന്താവും? മനസ്സിലാവും. വെൻ ഡയഗ്രത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഓക്കെ. പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ത് വരും? പി ഓഫ് എ യൂണിയൻ ബി അവർക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ആ ഒരു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബിയിൽ നിന്നും ആ കോമൺ ആയിട്ടുള്ള എത്രയാണോ ഉള്ളത് ആ ഒരു ചാൻസ് പ്രോബബിലിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് അഡീഷൻ റൂളാണ്. അത് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താ? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. കാര്യം കോമൺ ആയിട്ട് അവിടെ ഒന്നും കാണത്തില്ല. ഒന്നും കോമൺ ആയിട്ട് ഇല്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒന്ന് ഓർ പ്രൈം നമ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ എന്തില്ല? 2 കോമൺ ആയിട്ടില്ല. എന്നാൽ 2 ഓർ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഇവിടെ സാധ്യതയുണ്ട്. 2 പ്രൈം നമ്പർ ഒരേപോലെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് ഇവൻസ് എഴുതാം. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, അതിൻ്റെ ചാൻസ് എന്താണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ കാർഡ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് RRB എക്സാംസിന് കാർഡ് ബേസ്ഡ് ഉണ്ടോന്ന്. RRB എക്സാംസിന് പ്രോബബിലിറ്റി ചോദിക്കാറുണ്ട്. RRB റെയിൽവേ എക്സാംസിന് പ്രോബബിലിറ്റി ചോദിക്കാറുണ്ട്. സോ പഠിച്ചോളാം. നന്നായിട്ട് റെയിൽവേക്കാരും പഠിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ കാർഡിൻ്റെ കേസ് എടുക്കുകയാണ്. കാർഡ്സ് എന്താണെന്നും കാർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നും എത്ര സാധനങ്ങളുണ്ടെന്നും എല്ലാം ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത് വെച്ചുള്ള എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ കാർഡ്സിൽ നമ്മളുടെ സാമ്പിൾ സ്പേസ് എത്രയാണ്? 52 ഇതാണുള്ളത്, ഔട്ട്കംസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഏസ് എന്താണ്, എ എന്താണ്, കിങ് എന്താണ്, എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഏസ് ഓർ കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഹാർട്ട് ഓർ സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് ക്യൂൻ ഓർ റെഡ്, ക്യൂൻ അല്ലെങ്കിൽ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇത് മൂന്നും ചെയ്ത് നോക്കാം. ഇത് മൂന്നും ചെയ്യുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് ഏസ് ഓർ കിങ്. അപ്പോൾ ഏസ് എത്ര എണ്ണമുണ്ട്? ഏസ് 4 എണ്ണമുണ്ട്. കിങ് എന്താണ്? സെപ്പറേറ്റ് ആളാണ്. ഏസും കിങ്ങും സെപ്പറേറ്റ് ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എന്തില്ല? ഏസിനകത്ത് കോമൺ ആയിട്ട് കിങ് വരത്തില്ല. ഏസിൻ്റെ കാർഡിനകത്ത് ഒരിക്കലും കിങ് വരത്തില്ല. അപ്പോൾ എന്താണിത്? പിന്നെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻസ് ആണ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ പി ഓഫ് ഏസ് ഓർ കിങ് എന്ന് വെച്ചാൽ പി ഓഫ് ഏസ് യൂണിയൻ കിങ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4 എണ്ണമാണ്. എത്രയിൽ? 52 4 ഏസ് ആണുള്ളത്. കിങ് എത്ര ഉണ്ട്? അത് കിങ്ങും 4 എണ്ണം. 4 കിങ് ആണുള്ളത് 52. അപ്പോൾ നമുക്ക് എന്താ പറയുക? 8/52. ഇതാണ് കാർഡ് പാക്ക് ഓഫ് കാർഡ്സിൽ പ്രോബബിലിറ്റി ഓഫ് ഏസ് ഓർ കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമ്മൾ ഏറ്റവും ചെറിയ അളവിൽ നിന്നും എന്ത് ചെയ്യണം? യൂണിറ്റിൽ നിന്നും നമ്മൾ നല്ല ക്വസ്റ്റ്യൻസിലേക്ക് വരുവാണ്. പ്രോബബിലിറ്റി ഓഫ് ഹാർട്ട് ഓർ സ്പേഡ്, ഹാർട്ട് അല്ലെങ്കിൽ സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഹാർട്ടും സ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ചിഹ്നം പഠിച്ചു, സ്പേഡ് പഠിച്ചു, ബ്ലാക്ക് നിറത്തിലുള്ള. അപ്പോൾ അതിനകത്ത് ഹാർട്ടോ സ്പേഡ് ഉണ്ട്.
അപ്പോൾ ഇതെന്താണ്? ഹാർട്ട് ഓഫ് സ്പേഡ് ഉണ്ടോ? ഇല്ലല്ല. ഹാർട്ട് വേറെയാണ്, സ്പേഡ് വേറെയാണ്. യെസ്, ഹാർട്ടിൻ്റെ കാർഡിലൊന്നും എന്ത് വരത്തില്ല, സ്പേഡ് വരത്തില്ല. അങ്ങനെ ഹാർട്ട്, സ്പേഡ്, ക്ലബ്ബ്, ഡയമണ്ട്, അങ്ങനെ 4 സെറ്റ് 13 വെച്ച് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഹാർട്ടും സ്പേഡും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി തന്നെ ആയിരിക്കും. ഹാർട്ട് എത്ര എണ്ണം ഉണ്ട്? 13 ഉണ്ട്. എത്രയിൽ? 52. സ്പേഡ് എത്ര എണ്ണം ഉണ്ട്? 13 ഉണ്ട്, 52. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മതി. മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വേണ്ട. കാര്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇല്ല, അല്ലെങ്കിൽ പി ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ എസ് ഇല്ല. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 26/52 എന്ന് ആൻസർ കിട്ടും. ഇനി ക്യൂൻ ഓർ റെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? കോമൺ ഉണ്ട്. കോമൺ എന്ന് പറഞ്ഞാൽ റെഡ് നിറത്തിലുള്ള ക്യൂൻ ഉണ്ട്. റെഡിലും എന്തുണ്ട്? ഒരു ക്യൂൻ ഉണ്ട്. ഒരു ക്യൂൻ റെഡിൽ ഉണ്ട്. ഒരു ക്യൂനാണോ റെഡിലുള്ളത്? റെഡിൽ ഡയമണ്ടും ഉണ്ട് റെഡ് കളറിൽ, അതുപോലെ ഹാർട്ടും റെഡ് കളറിലാണ്. ഡയമണ്ടും റെഡ് കളറിലാണ്, ഹാർട്ടും റെഡ് കളറിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഓരോന്നിലും ഉള്ളതെന്ന്. അപ്പോൾ അതിനകത്ത് ഈ ഡയമണ്ടിലും ഒരു ക്യൂനുണ്ട്, ഹാർട്ടിലും ഒരു ക്യൂനുണ്ട്. അതായത് എന്തുണ്ട്? 2 ക്യൂൻ എന്തുണ്ട് ഇതിനകത്ത് കോമൺ ആയിട്ടുണ്ട്. ക്യൂന് റെഡുമായിട്ടുള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനിയാണ് നമ്മൾ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതെന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ, പി ഓഫ് ക്യൂൻ, ക്യൂന് കിട്ടാനുള്ള പ്രോബിലിറ്റി, ക്യൂൻ കിട്ടാനുള്ള പി ഓഫ് ക്യൂൻ പ്ലസ് പി ഓഫ് റെഡ് മൈനസ് പി ഓഫ് ക്യൂ ഇൻ്റർസെക്ഷൻ റെഡ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അത് കുറയ്ക്കുന്നതെന്ന് മനസ്സിലായി. 2 വട്ടം ഇവിടെ ചെയ്യുമ്പോൾ 2 വട്ടം ഇത് കൂടും. നമുക്ക് അത് അത്രയും വേണ്ട, 2 വട്ടം കൂടണ്ട. അപ്പോൾ ക്യൂൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ക്യൂൻ എത്ര ഉള്ളത്? 4 എണ്ണം ഉള്ളത്. 52-ൽ 4 ക്യൂനാണുള്ളത്. പി ഓഫ് റെഡ് എത്ര എണ്ണം ഉണ്ട്? 26 എണ്ണം ഉണ്ട്. 26/52. അങ്ങനെ പി ഓഫ് ക്യൂനും റെഡും, ക്യൂൻ ഇൻ്റർസെക്ഷൻ റെഡ്, ക്യൂനും റെഡോട് വരുന്ന എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഡയമണ്ടിലും വരും, ഒരെണ്ണം ഹാർട്ടിലും വരും. അങ്ങനെ 2 എണ്ണം ഉണ്ട്. 2/52. അപ്പം എത്ര വരും? 30 - 2 28/52. അപ്പോൾ ഈ ക്വസ്റ്റിനൊക്കെ നിങ്ങൾക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പോൾ എന്താണ് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിലുണ്ട്. ഈ പാക്ക് ഓഫ് കാർഡിലെ ഇതേ സെയിം തന്നെ. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് ഏസ് ഓർ കിങ് ഓർ ക്യൂൻ. അങ്ങനെ 3 എണ്ണം വരുവാണ്. ഏസ് ഓർ കിങ് ഓർ ക്യൂൻ. അപ്പോൾ ഇതെന്താണ്? ഏസ്, കിങ്, ക്യൂന്. ഏസും കിങ്ങും ക്യൂനും ഒരിക്കലും ഏസിൻ്റെ കാർഡ് ഒരിക്കലും കിങ് വരത്തില്ല, കിങ്ങിൻ്റെ കാർഡ് ഒരിക്കലും ക്യൂൻ വരത്തില്ല. അവർ സെപ്പറേറ്റ് ആൾക്കാരാണ്. അപ്പോൾ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എത്ര ഉണ്ട്? അങ്ങനെ ആണെങ്കിൽ എല്ലാം കൂട്ടിയാൽ മതി. ഏസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. എത്രയിൽ? 52-ൽ. കിങ് എത്ര എണ്ണം ഉണ്ട്? 4 കിങ് ഉണ്ട്, 52-ൽ. ക്യൂന് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സിമ്പിളാണ്, പ്രോബിലിറ്റി വളരെ സിമ്പിളാണ്. 4 എണ്ണം ഉണ്ട്. എത്രയിൽ? 52-ൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 4 8 4 12 എണ്ണം ഉണ്ട് 52-ൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഓർ വെച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്ക്ലൂസീവും കുറയ്ക്കുന്നതില്ലെങ്കിൽ 30/52 ഓപ്ഷനിൽ കാണും. ശ്രദ്ധിച്ചോണം, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അത് കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത നമുക്ക് അഡിഷൻ റൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അങ്ങനെ കുറച്ച് വെച്ച് ഞാൻ പഠിക്കാം. അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ കണ്ട് തീർത്ത് പോവുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. റെയിൽവേക്ക് വേണ്ടി എല്ലാ ക്ലാസ്സുകളും ഇതിനകത്ത് കിടപ്പുണ്ട്. മാക്സിമം കാണുക. അപ്പോൾ ഇങ്ങനൊരു ചാനൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പം നിങ്ങൾ കണ്ടോ, ഈ ഒരു വർഷം നമ്മുടെ ഈ ചാനലിൽ എത്രത്തോളം ക്ലാസ്സുകൾ വരുമെന്ന് നിങ്ങൾ കണ്ടോ. അപ്പോൾ അത് എല്ലാവർക്കും അത് ഉപകാരപ്പെടണം. എനിക്ക് അത്രേ ഉള്ളൂ, ഉപകാരപ്പെടണം. അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ക്ലാസ് മൊത്തം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത്ര കഷ്ടപ്പെട്ട് തരുന്ന സമയത്ത് ഫുള്ളായിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോസിലൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇടണമെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കമൻ്റായിട്ട് പറയാം കേട്ടോ അഭിപ്രായം.